വടകരയിലെ ജനസഭ പുരോഗമിക്കുന്നു. ഇനി അരമണിക്കൂർ കൂടിയേ ശേഷിക്കുന്നുള്ളൂ. കൂടുതൽ ചോദ്യങ്ങൾ വരട്ടെ എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ചോദിക്കൂ, പെട്ടെന്ന് പെട്ടെന്ന്. ചേട്ടാ ഒന്ന് പോയി നിന്നേ അവിടെ പ്ലീസ്. ആദ്യമായിട്ട് കോൺഗ്രസിന്റെ പ്രതിനിധിയാണ് ചോദിക്കാനുള്ളത്. നിങ്ങളുടെ പ്രകടന പത്രിക 3-4 ദിവസം മുമ്പേ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. അതിൽ പൗരത്വ നിയമത്തെ കുറിച്ച് ഒരക്ഷരം ഉരിയാത്ത പ്രകടന പത്രികയാണ് നിങ്ങളുടെ പ്രകടന പത്രിക. 2, വയനാട്ടിൽ രാഹുൽ ഗാന്ധി വന്നപ്പോൾ ലീഗിന്റെയും കോൺഗ്രസിന്റെയും കൊടി കണ്ടിട്ടില്ല. അടുത്ത ചോദ്യം ഞാൻ BJPയുടെ പ്രതിനിധിയോടാണ് ചോദിക്കാനുള്ളത്. ഈ മോദി ഇവിടെ ഭരിക്കുമ്പോൾ ഇവിടെ പാലും തേനും ഒഴുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിച്ചതിന്റെ പേരിൽ UP-യിൽ മുഹമ്മദ് അഖ്ലഖ് എന്ന് പറയുന്ന ഒരു മുസ്ലിം വൃദ്ധനെ കൊന്നവരാണ് നിങ്ങൾ. ഇന്ത്യയിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഏറ്റവും കൂടുതൽ ബീഫ് കയറ്റി അയക്കുന്നത് BJPയുടെ എംപിയുടെ കമ്പനിയായ അൽ കബീർ എന്ന് പറയുന്ന കമ്പനിയാണ്. അതിൽ നിങ്ങൾ ഇലക്ട്രൽ ബോണ്ട് വഴി കോടികൾ വാങ്ങിയിട്ടുണ്ട്. പിന്നെ അടുത്തൊരു ചോദ്യം കൂടി BJPയോട് ചോദിക്കാനുള്ളത്. ഒറ്റ ചോദ്യം. 60 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് ട്രെയിനിൽ ടിക്കറ്റിന് പൈസ കുറവുണ്ടായിരുന്നു. അത് നിങ്ങൾ കൊറോണയുടെ കാലത്ത് അത് കൊടുക്കാതിരിക്കുകയാണ്. പിന്നെ ലോക്കൽ ട്രെയിൻ എന്ന് പറയുന്ന ട്രെയിൻ ഉണ്ടായിരുന്നു. ഞാൻ വടകരയിൽ നിന്ന് കോഴിക്കോട് പോകണമെങ്കിൽ 15 രൂപയാണ് വേണ്ടത്. ഇപ്പം തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ നിങ്ങളത് 200 കിലോമീറ്ററിന് പിന്നെ ലോക്കൽ ട്രെയിനിന്റെ പൈസ ആക്കിക്കൊണ്ട്. അതിനുള്ള ഉത്തരം മറുപടി അതെ പറയട്ടെ പ്ലീസ് ഒന്ന് മാറി നിൽക്കേ. മറുപടി ഇതിൽ രണ്ട് ചോദ്യങ്ങളാണ് ഇവിടെ ചോദിക്കപ്പെട്ടിട്ടുള്ളത്. 2 ചോദ്യങ്ങളാണ് ചോദിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അതിനുള്ള മറുപടി എന്താ പ്രശ്നം? അദ്ദേഹം പറയട്ടെ. സത്യം താങ്കൾ മറുപടി. ഞാൻ പറയട്ടെ. ഒരു മിനിറ്റ് ഒന്ന് പറയൂ. അവിടെ ഇരുന്നേ. ഭീഷണിയും വേണ്ട, അവിടെ പോയിരിക്കും. എന്നോട് ചോദിച്ച 2 ചോദ്യങ്ങൾ. ഒരു ചോദ്യം, വയനാട്ടിൽ കോൺഗ്രസിന്റെയും ലീഗിന്റെയും കൊടി ഉപയോഗിച്ചില്ല രാഹുൽ ഗാന്ധിയുടെ നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്ന റാലിയിൽ എന്നുള്ളതാണ് ചോദിച്ചത്. CPM-കാരനാണ്. CPM-കാരനെ സംബന്ധിച്ചിടത്തോളം BJPക്ക് അനുകൂലമായി എന്തെങ്കിലും ഉണ്ടായാൽ അതിൽ ആഹ്ലാദിക്കുന്ന ആളുകളാണ് കേരളത്തിലെ CPM-കാര്. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം രാജ്യത്തൊരു മതനിരപേക്ഷ ഗവൺമെന്റ് വരണം. ഈ മതനിരപേക്ഷ ഗവൺമെന്റ് വരണമെങ്കിൽ 273 MP-മാരുടെ ഭൂരിപക്ഷം വേണം. 60 സീറ്റുകളിൽ മത്സരിക്കുന്ന CPM-നെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് ഒരു പ്രസക്തിയുമില്ല. 60 സീറ്റ് 273 ആക്കുന്ന മാന്ത്രിക വിദ്യ എന്താണെന്ന് നമ്മൾക്കറിയില്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഓരോ MP-യും വിലപ്പെട്ടതാണ്. ഓരോ MP-യെയും പാർലമെന്റിൽ എത്തിക്കാനുള്ള തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കും. ഈ BJPക്ക് നുണപ്രചരണങ്ങൾക്ക് ആവശ്യമായ നുണപ്രചരണങ്ങൾക്ക് കിട്ടാവുന്ന സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നതാണ് CPM ഉദ്ദേശിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ സൂക്ഷ്മതയോടുകൂടിയാണ് കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നതും കൈകാര്യം ചെയ്യുന്നതും. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന്റെ കൊടിയെ പാകിസ്ഥാനിലെ കൊടിയാണെന്ന് പറഞ്ഞ് ഈ തെരഞ്ഞെടുപ്പിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ ഉപയോഗിച്ച ആളുകളാ BJP. അത് കണ്ട് കൈയടിച്ചവരാ കേരളത്തിലെ CPM-കാര്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഉത്തരേന്ത്യയിലെ മതനിരപേക്ഷ വോട്ടുകൾ ചിഹ്ന ഭിന്നമായി പോകുന്ന ഒരു തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജിയും കോൺഗ്രസ് എടുക്കില്ല. അത് തന്നെയാണ് CPM ഒറ്റക്കാരിയെ പറയുള്ളൂ. കോൺഗ്രസിന്റെ കൊടിയും നോക്കി നടക്കേണ്ട, സ്വന്തം ചിഹ്നം സംരക്ഷിക്കാനുള്ള പണിയെടുത്തോ എന്ന CPM-കാർ ഞങ്ങൾ സൂചിപ്പിക്കാറ്. രണ്ടാമത്തെ പൗരത്വ ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPM പാർട്ടി ക്ലാസുകളിലും അതുപോലെ തന്നെ CPM മണികളോടും പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങൾ ഇറക്കിയ പ്രകടന പത്രിക, ആ പ്രകടന പത്രികയിൽ കൃത്യമായി പൗരത്വ ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ട സഖാക്കന്മാര് 22ാമത്തെ പേജ് മറച്ചു നോക്കണം. കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലെ 22ാമത്തെ പേജിൽ പറഞ്ഞിട്ടുണ്ട്. ഞാനിതിവിടെ വായിക്കാം. മതഭാഷാപരമായ ന്യൂനപക്ഷങ്ങൾ എന്നാണ് ഹെഡിങ്. ഞാൻ വായിക്കട്ടെ. മതഭാഷാപരമായ ന്യൂനപക്ഷങ്ങൾ എന്നാണ് ഹെഡിങ്. ഇന്ത്യയുടെ ചരിത്രം എന്നത് മതങ്ങളുടെ ബഹുസ്വരത കൂടെയാണ്.
ചരിത്രത്തെ പരിവർത്തനം ചെയ്യാൻ കഴിയുന്നതല്ല. ഇന്ത്യയിലെ ഓരോ വ്യക്തിക്കും അയാളുടെ മതത്തിൽ വിശ്വസിക്കാനും അതനുസരിച്ച് ജീവിക്കാനും എല്ലാ അവകാശങ്ങളുമുണ്ട്. ബഹുസ്വരതയും വൈവിധ്യവും ഇന്ത്യയുടെ പാരമ്പര്യത്തിന്റെ ഭാഗമാണ്. അത് ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതി ചേർത്തിട്ടുള്ളതാണ്. നമ്മുടെ ചരിത്രവും ജനാധിപത്യ പാരമ്പര്യവും അനുസരിച്ച് ഏകാധിപത്യത്തിനും ഭൂരിപക്ഷവാദത്തിനും സ്ഥാനമില്ല എന്ന് തന്നെയാണ് കോൺഗ്രസ് വിശ്വസിക്കുന്നത്. കേൾക്കണം, ഭാഷാപരമായും മതപരമായും ന്യൂനപക്ഷങ്ങൾക്ക് എല്ലാതരം പൗരത്വ മാനുഷിക അവകാശങ്ങളും ഭരണഘടന ഉറപ്പു തന്നിട്ടുണ്ട്. ആ അവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും കോൺഗ്രസ് പ്രതിജ്ഞാബദ്ധമാണ്. മതിയല്ലോ പൗരത്വ അവകാശം, ഇതിനപ്പുറത്തെന്താ വേണ്ടത്? ഞങ്ങള് കൃത്യമായി നിലപാട് പാർലമെന്റിൽ ഞങ്ങളുടെ ബഹുമാനായ MP രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പൗരത്വ ബില്ല് മാത്രമല്ല, ഈ ഫാസിസ്റ്റ് ഗവൺമെന്റ് മെജോറിറ്റിയുള്ള അവരുടെ ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് നടപ്പിലാക്കിയ എല്ലാ ജനവിരുദ്ധ നിയമങ്ങളും എടുത്ത് അറബിക്കടലിൽ എറിയുമെന്ന് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന് പൗരത്വ ബില്ലുമുണ്ട്. പത്രികയില് കോൺഗ്രസ്സുകാര് റെയിൽവേയുടെ പ്രശ്നങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു ബീഫ് കയറ്റി അയക്കുന്ന ഏറ്റവും വലിയ രാജ്യം ഇന്ത്യ എന്ന് പറഞ്ഞു. അതിൽ നമ്മൾ അഭിമാനിക്കല്ലേ വേണ്ട? ഏറ്റവും കൂടുതൽ കയറ്റി അയക്കുന്നുണ്ട്. അതിലെന്തിനാ? അതിന് അഭിമാനിക്കല്ലേ വേണ്ടത്? ബീഫ് കയറ്റി അയക്കുന്ന നമ്മൾ അഭിമാനിക്കണം. രണ്ടാമത്തെ കാര്യം റെയിൽവേ ആയിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ വികസനങ്ങളും പുരോഗമനപരമായ ട്രെയിനുകളും വരുന്ന കാലഘട്ടം. അതിനനുസരിച്ച മാറ്റങ്ങൾ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ വരുന്ന സമയത്ത് ടിക്കറ്റ് നിരക്കിലും മാറ്റങ്ങൾ ഉണ്ടാവും. അത് നമ്മൾ അംഗീകരിച്ചേ മതിയാവും. കാര്യങ്ങൾ ഉണ്ടാവും. പിന്നെ അദ്ദേഹത്തെ പറഞ്ഞു പ്രകടന പത്രികയിൽ, കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ പൗരത്വത്തെ കുറിച്ച് ഒന്നുമില്ല. ഞാൻ കംപ്ലീറ്റ് വായിച്ചു. ആ പ്രകടന പത്രിക തയ്യാറാളെ കുറച്ച് ബുദ്ധിയിട്ട് നാം മനസ്സിലാക്കുന്നത്. കാരണം ഇന്ത്യ രാജ്യത്ത് പൗരത്വം നടപ്പിലാക്കി തുടങ്ങി, പൗരത്വം കൊടുത്തു തുടങ്ങി. ഒരു മുഖ്യമന്ത്രി വിചാരിച്ചാലും, കേരള മുഖ്യമന്ത്രി വിചാരിച്ചാലും ഒരു നൈറ്റ് മാർച്ച് ചുണ്ണാമ്പ് ചെയ്യാൻ പറ്റൂല. വിവരമുണ്ട്. അതുകൊണ്ട് അവര് പറയുന്നത് ഇവിടെ നൈറ്റ് മാർച്ച് നടത്തിയിട്ട് ഒരു മുഖ്യമന്ത്രിക്ക് പൗരത്വത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ നാട്ടിലെ വിദ്യാസമ്പന്നരാളേക്ക് അറിയാം. ഈ നാട്ടിലെ ന്യൂനപക്ഷങ്ങളെ കബളിപ്പിച്ച് വോട്ട് നേടാൻ വേണ്ടി മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കാരും തട്ടിപ്പ് നാടകത്തിന്റെ ഭാഗമായിട്ട് മാത്രമാണ് നൈറ്റ് മാർച്ച് നടത്തുന്നില്ല. മനസ്സിലാക്കണം നമ്മൾ. പിന്നെ ഇവിടെ ചർച്ച ചെയ്യുന്ന ബോംബ് രാഷ്ട്രീയ ഇവിടെ ചർച്ച ചെയ്യുന്നത് ദേശീയ മാധ്യമങ്ങളില് ദേശീയ വാർത്തകളില് ഇന്ന് വടകരയിലെ ബോംബ് രാഷ്ട്രീയത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് എന്താ? വിഷുവിന് പൊട്ടിക്കാൻ ഉണ്ടാക്കിയ പട അല്ല. ഇന്നത്തെ മാതൃഭൂമി പത്രത്തില് പോലീസ് റിപ്പോർട്ടുണ്ട്. RSSകാരും CPM-മാരും അമ്പലത്തിൽ നടന്നൊരു തർക്കമുണ്ട്. അതിന് പ്രതികാരം ചെയ്യാൻ വേണ്ടി CPM-ന്റെ DYFI-യുടെ നേതാക്കന്മാര് നേതൃത്വം കൊടുത്തിട്ടാണ് ഈ ബോംബ് ഉണ്ടാക്കുന്നത്. എന്തിനാ ബോംബ് ഉണ്ടാക്കുന്നത്? ആരാ അവരെ അറസ്റ്റ് ചെയ്തത്? ഇന്ന് ഗോവിന്ദ മാഷ് പറഞ്ഞല്ല, സന്നദ്ധ സേവാ പ്രവർത്തകർന്ന്. ജീവൻ രക്ഷ മറ്റേ പറഞ്ഞു. ഇന്ന് സന്നദ്ധ സേവാ ആര്? ബോംബ് ഉണ്ടാക്കുന്ന ആൾക്കാര് മരിച്ചു. ബാക്കി 4 ആളെ ഗുരുതര. അപ്പൊ ബോംബ് രാഷ്ട്രീയത്തിന്റെ ആൾക്കാരാണ് ഇവിടെ പറഞ്ഞത്. ശൈല ടീച്ചർ ജയിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കാം. പൗരത്വത്തെ കുറിച്ച് തെറ്റിദ്ധരിപ്പിച്ച് നൈറ്റ് മാർച്ച് നടന്ന ആൾക്കാരെ പറയുന്നത്. ഈ നാട്ടിലെ ആളേക്ക് വിദ്യാഭ്യാസമുണ്ട്, മുസ്ലിം സമുദായത്തിന് വിദ്യാഭ്യാസമുണ്ട്, ക്രിസ്ത്യൻ സമുദായത്തിന് വിദ്യാഭ്യാസമുണ്ട്. അവര് ദേശാഭിമാനി മാത്രമല്ല വായിക്കല്, എല്ലാം വായിക്കും. തട്ടിപ്പും വെട്ടിപ്പൊന്നും CPM-മാർ നടത്തണ്ട. ഈ നാട്ടിലെ ആളുകൾ വിദ്യാസമ്പന്നരാണ്. നരേന്ദ്രമോദിക്ക് ഞാൻ വരാം. മാഷേ പാനൂരിലെ ബോംബ് ആരാ? പറയാ അതിനു മുമ്പ് പാനൂരിലെ ബോംബ് പറയുന്നതിന് മുമ്പേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്താണെന്ന് പറഞ്ഞാൽ, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു പോകാൻ കഴിയില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു കോൺഗ്രസിന്റെ പ്രകടന പത്രിക ഇറങ്ങി, CA പറ്റി അതിലെന്താ പറഞ്ഞതെന്നുള്ളതിനെ പറ്റി അദ്ദേഹം മാത്രമല്ല വയനാട്ടിൽ പ്രസംഗിച്ചത് ഉൾപ്പെടെ എന്താണ് അദ്ദേഹം പറഞ്ഞ കാര്യമാണ്. അതായത് പ്രകടന പത്രികയുടെ പേജ് 8-ൽ ഭാഷാ ന്യൂനപക്ഷങ്ങൾക്കും മതന്യൂനപക്ഷങ്ങൾക്കും നൽകുന്ന മുഴുവൻ സംരക്ഷണത്തെ കുറിച്ചും പറയുന്നുണ്ടെന്നും കഴിഞ്ഞ 10 കൊല്ലം ഭരണഘടനാ വ്യവസ്ഥകളെ ലംഘിച്ചുകൊണ്ടുണ്ടാക്കിയ എല്ലാ നിയമങ്ങളും തങ്ങൾ അധികാരത്തിൽ വന്നാൽ റദ്ദാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുമാണ് VD സതീശന്റെ ദുർബലവാദം. യഥാർത്ഥത്തിൽ പ്രകടന പത്രികയിൽ ഇത് പറഞ്ഞിട്ടുണ്ടോ? പ്രസംഗിച്ചാൽ പോരാലോ. പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ളത് പേജ് 8
കോൺഗ്രസിന്റെ പ്രകടന പത്രിക ഇംഗ്ലീഷിൽ വായിക്കാൻ മലയാളം പറഞ്ഞുതരാം. വി വിൽ റെസ്പെക്ട് ആൻഡ് അപ്ഹോൾഡ് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് പ്രാക്ടീസ് one's faith and rights religious minorities under Article 15, Article 16, Article 25, Article 26, Article 28, 29 and 30. ഇതിലെ ന്യൂനപക്ഷത്തെ പറ്റി പറയുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14 ആണ്. അത് മിണ്ടിയില്ല. പിന്നെ എന്ത് CA ഞങ്ങൾ പറയുന്നത് ആളുകളെ പറ്റിക്കാൻ വേണ്ടി ഇമാതിരി ഇടപെടൽ നടത്തി CA പറ്റി ഞങ്ങൾ വലിയതായി പറയുന്നു എന്നുള്ള നിലയിൽ കാര്യങ്ങൾ പറഞ്ഞു പോവാ. രണ്ടാമത്തെ കാര്യം പ്രകടനം ഇതേ പറഞ്ഞു, പൗരത്വ നിയമം നടപ്പായിക്കൊണ്ടിരിക്കുക, എല്ലാവർക്കും പൗരത്വം ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുക, മുസ്ലിങ്ങൾ ഒഴിച്ച് എല്ലാവർക്കും കൊടുത്തോണ്ടിരിക്കും. അതാണ് നിയമം. അത് അഫ്ഗാനിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും വന്നിട്ടുള്ള ആളുകൾക്കാണ് കൊടുക്കുന്നത്. ഇത് കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞു, ഞങ്ങൾ കൊടി ലീഗിന്റെ കൊടി ഉയർത്താൻ സമ്മതിച്ചില്ല. ഇതെന്തിനാ CPM-കാർക്ക് ഇതിനെ ഭയപ്പാടുന്ന്. ഞങ്ങൾ ചോദിക്കുന്നത് ഇടതുപക്ഷ മുന്നണിയിൽ ചന്ദ്രക്കലയുള്ള പച്ചക്കൊടിയുണ്ട് INL-ന്റെ. ആ കൊടി ഞങ്ങൾ എപ്പോഴും വീശുന്നുണ്ട്. എന്തേ കോൺഗ്രസിന് അവരുടെ ഘടകകക്ഷിയായിട്ടുള്ള ലീഗിന്റെ കൊടിയെടുത്ത് കേരളത്തിൽ മത്സരിക്കുന്ന 60 സീറ്റിൽ മത്സരിക്കുന്ന നിങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് നിങ്ങളുടെ ചിഹ്നം സംരക്ഷിക്കാനാ. നിങ്ങൾക്ക് എന്തും പറയാം. എന്റെ വാർഡിൽ ചുരുക്കി പറയാം, കാട് പിടിച്ച് കിടക്ക കുറുക്കനാണ് അവിടെ. ഇപ്പൊ പഞ്ചായത്ത്, മണിയൂർ പഞ്ചായത്ത് 2 ഏക്കർ സ്ഥലം പണ്ട് മുല്ലപ്പള്ളിക്ക് കൊടുത്തിട്ടുള്ള ആ ഇഗ്നോ സെന്ററിലെ 2 ഏക്കർ സ്ഥലം പഞ്ചായത്തിന് തിരിച്ചു കൊടുക്കാൻ കേന്ദ്രം ആലോചിക്കുകയാണ്. അപ്പൊ അതാണ് വികസനം. ഒന്ന്. രണ്ടാമത്തത് കൊയിലാണ്ടിയും വടകരയും വലിയ വികസനമാണെന്ന് പറയുന്നു. ഏത് പദ്ധതി? കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പദ്ധതിയാണ്. അതുപോലെ കേരള സർക്കാരിന്റെ പദ്ധതിയുണ്ട്. ആ പദ്ധതിയുടെ ഭാഗമായിട്ട് 10,000 ആളുകൾ ഒരു ദിവസം യാത്ര ചെയ്യപ്പെടുന്ന നിലയിലുള്ള റെയിൽവേ സ്റ്റേഷനുകളിൽ അമൃത് പദ്ധതിപ്പെടുത്തിയിട്ടുണ്ട്. 471 സ്റ്റേഷൻ. അതിൽ വടകരയും വരും. അതിന് MP എന്തിനാ? രണ്ടാമത്തെ കാര്യം ഇതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഗവൺമെന്റ് സ്കൂളുകൾ മുഴുവൻ നന്നാക്കുന്നുണ്ട്. അത് KK രമയുടെ വകയിലാണെന്ന് ആരെങ്കിലും പറയോ? KK രമ പോലും പറയുന്നില്ല. സർക്കാരിന്റെ ഒരു പോളിസി അത്. ആ പോളിസി പോലെ കേന്ദ്ര ഒരു പോളിസി കൊണ്ടുവന്നു. അതിന് MP ഇല്ലെങ്കിലും കിട്ടൂടെ? എല്ലാം വ്യക്തമായി. അവസാനം ഞാൻ ചോദിച്ച മറുപടി പാനൂരിലെ ബോംബ് സംബന്ധിച്ച് പറഞ്ഞത്. ഒരു മിനിറ്റ് സംഭവത്തെ സംബന്ധിച്ച് വളരെ കൃത്യമായി അവിടെ അഭിപ്രായം, അവിടുത്തെ പാർട്ടിയും അതുപോലെ അവിടുത്തെ നാട്ടുകാരുടെ അഭിപ്രായവും വന്നു. അതിന്റെ പിന്നാലെ അന്വേഷണം നടത്തിയ പോലീസും കണ്ടെത്തി അവിടെ പാർട്ടിയുമായി ബന്ധമുള്ള ആളുകളല്ല ഇത് ചെയ്തിട്ടുള്ളത്. അങ്ങനെയുള്ള രാഷ്ട്രീയ മുഴുവൻ CPM ആണ് എന്ന് പറഞ്ഞുകൊണ്ട് വ്യാപകമായ പ്രചരണം നടത്തുന്നത്. അവർക്ക് പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളോ ബന്ധങ്ങളോ ഇല്ല. വോട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരൊക്കെ CPM ആണെന്ന് പറഞ്ഞ് അവർ നേതാക്കന്മാർ, അങ്ങനെ പറഞ്ഞവിടെ നേതാക്കന്മാരാണ് പിടിക്കപ്പെട്ടത്. ഒരു നേതാവിനെയും പിടിച്ചിട്ടില്ല. ഞങ്ങളുടെ പാർട്ടി ലോക്കൽ കമ്മിറ്റി മെമ്പർ ലീലയുടെ വീട് ആക്രമിച്ചയാളാണ് അതിനകത്തെ 2ാം പ്രതി. അവനാണ് ബോംബുണ്ടാക്കാൻ പോയത്. അവനെ എങ്ങനെ ഒരു ലോക്കൽ കമ്മിറ്റി സംരക്ഷിക്കുക? ഞങ്ങളുടെ പാർട്ടി ലോക്കൽ കമ്മിറ്റി മെമ്പർ അങ്ങനെയാണെങ്കിൽ 3ാം പ്രതി അങ്ങനെയാണെന്ന് പറഞ്ഞ് നടക്കുന്നത് എന്ത് അടിസ്ഥാനത്തിലാ? ഇത് ഉപയോഗിച്ച് 10 വോട്ട് കിട്ടുമെന്നാ കോൺഗ്രസ് നോക്കുന്നത്. ഇതും കൊണ്ട് കളിച്ച് നടന്ന കാലത്ത് അതിന് നെഞ്ഞൂക്കോടെ നേരിട്ട് നിരവധി രക്തസാക്ഷികൾ BJP-യുടെയും കോൺഗ്രസിന്റെയും ഉണ്ടായ പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി. അതുകൊണ്ട് ഈ ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കണ്ട. ബോംബ് രാഷ്ട്രീയത്തെ കുറിച്ച് പറയാം. വിശദീകരണം മനസ്സിലായി. മദ്യപിച്ചവരെ കുറിച്ച്
ഇരിക്കട്ടെ, ഇരിക്കൂ പ്ലീസ്. ഒന്നിരിക്കെ. മദ്യപിച്ചവരെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. എല്ലാവരും മദ്യപിച്ചു ഇല്ല, മദ്യപിച്ചവരാണ് ബഹളം വെച്ചുകൊണ്ടിരുന്നത്, അതാണ് പറഞ്ഞത്. നിങ്ങളെ കുറിച്ച് പറഞ്ഞോ? ഇവിടെ കുറിച്ചാ ഇല്ല, നിങ്ങൾ പോയിരിക്കും. നിങ്ങൾ ഈ തുടക്കം മുതൽ എന്തിനാ ബഹളം വെക്കുന്നത്? ശ്രീ മുനീർ ഒന്ന് പറഞ്ഞത് പോയിരിക്കാൻ പറഞ്ഞു. ഇല്ല, അങ്ങനെ പറഞ്ഞില്ല സാറേ. കുടിച്ചവരുണ്ട് തുടക്കം. യെസ്, ഞാൻ പറഞ്ഞു പ്രസ്താവനയല്ലേ, ഞാൻ പറഞ്ഞു. നിങ്ങൾ പോയിരിക്കും. നിങ്ങളുടെ പേര് പറഞ്ഞോ? നിങ്ങളുടെ പേര് പറഞ്ഞു. ക്ലാരിറ്റി കൊടുത്തോളാം. യെസ്, ഒന്ന് പോയിരിക്കും. എല്ലാവരും മദ്യപിച്ചു എന്നല്ല പറഞ്ഞ, മദ്യപിച്ചവരിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അല്ലാതെ വടകരയിലെ ഇവിടെ ഈ വോട്ടർമാരൊക്കെ മദ്യപന്മാരാണെന്നുള്ള ഒരു പരാമർശം ഞാൻ നടത്തിയിട്ടില്ല. മദ്യപിച്ചവരാണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത്. അതെനിക്ക് നേരിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. യെസ്, ജനസഭ തുടരുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് ചോദിക്കാം. പെട്ടെന്ന് ചോദിക്കും. ഇവിടെ മറ്റു പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വികസന മുരടിപ്പിന്റെ ഒരു ആസ്ഥാനമായി മാറിയ വടകര കഴിഞ്ഞ 5 വർഷം ഇവിടെയുള്ള MP വെറും നോക്കുകുത്തിയായിരുന്നു ഡൽഹിയിൽ പോയിരുന്ന ഒരു അവസ്ഥയാണ് കാണാനുണ്ടായിരുന്നത്. ഒരു വികസനം, 1 രൂപയുടെ വികസനം ഇവിടെ ചെലവഴിച്ചിട്ടില്ല. യുവാവ് എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത്, ഒരു 100 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു സംരംഭം പോലും ഈ വടകര ലോകസഭാ മണ്ഡലത്തിലില്ല. അത് കേന്ദ്രത്തില് MP ആയിരിക്കുന്ന മുരളീധരന്റെ ഭാഗത്തായിക്കോട്ടെ, സംസ്ഥാനത്തിൽ സർക്കാരിന്റെ കാര്യത്തായിക്കോട്ടെ, ഒരു 100 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു സംരംഭം പോലും ഇവിടെ കൊണ്ടുവന്നിട്ടില്ല. ഇവിടെ ചോദ്യം ചോദിക്കട്ടോ. പിന്നെ 2 പേരോടാ ചോദിക്കാനുള്ളത്. നിങ്ങൾ ഇവിടെ ചക്കളത്തി പോര് ആരെ കാണിക്കാനാണ് ഈ നടത്തുന്നത്? നിങ്ങളുടെ ഈ പ്രകടന പത്രികയിൽ കാണുന്നില്ലെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് 2 കൂട്ടർക്ക് ഒരുമിച്ചിരുന്ന് തയ്യാറാക്കിയാൽ പോരായിരുന്നോ? ഒരുമിച്ച് ഇന്ത്യ മുന്നണിയുടെ ഒരുമിച്ച് തയ്യാറാക്കിയാൽ പോരായിരുന്നോ? ആരെ കാണിക്കാനാണ് ഈ ചക്കളത്തി പോര് കാണിക്കുന്നത്? രണ്ടാമത്തെ ഇവിടെ ഈ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി ഈ മുമ്പ് നമ്മളെ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടതാണ് ഹെൽമറ്റ് കൊണ്ടുള്ള രക്ഷാപ്രവർത്തനം. ഇപ്പോൾ അത് വേറൊരു രീതിയിൽ മാറിയിട്ട് സന്നദ്ധ പ്രവർത്തനം, ബോംബ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള സന്നദ്ധ പ്രവർത്തനമാണ് ഇന്നിപ്പോ. അതെ, അതാണ് നടന്നുകൊണ്ട്. ഇതൊക്കെ ഞാൻ പറഞ്ഞതൊന്നും മറ്റൊന്നിലേക്കാണ്. ഇതൊക്കെ പാർട്ടിയുടെ ഈ സംസ്ഥാന ബഡ്ജറ്റിൽ ലോകസമാധാനത്തിന് ഒരു തുക നീക്കി വെച്ചിട്ടുണ്ട്. അത് അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങളാണോ എന്നാണ് ഈ പാർട്ടി സെക്രട്ടറിയുടെ നടപടി മൂലം നമുക്ക് ബിജെപിയുടെ സുഹൃത്തിനോട് പറയാനുള്ളത്, അതേ യുവാവാണ്, തൊഴിൽ മേഖലയിൽ ഒന്നും ചെയ്തില്ലെന്നാണ്. അപ്പൊ തൊഴിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം അനുഭവിക്കുന്ന പ്രയാസം ആദ്യം പറയേണ്ടത് നരേന്ദ്രമോദിയോടാണ്. 2 ലക്ഷം തൊഴിലവസരങ്ങൾ കൊടുക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നിട്ട് 2 കോടി തൊഴിലവസരം കൊടുക്കുമ്പോൾ അധികാരത്തിൽ വന്നിട്ട് 1971 സമാനമായ തൊഴിലില്ലായ്മ നിലനിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ രാജ്യം. ആ തൊഴിലില്ലായ്മയുടെ പ്രശ്നം അദ്ദേഹം നരേന്ദ്രമോദിയോടാണ് വിളിച്ചു പറയേണ്ടത്. രണ്ടാമത്തെ കാര്യം, നേരത്തെ സൂചിപ്പിച്ച കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് 1-2 കാര്യങ്ങൾ. ഇപ്പൊ അദ്ദേഹം പറഞ്ഞു ഞങ്ങളല്ല ചെയ്തത്, ഞങ്ങളുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ട ആരും അതിൽ പങ്കെടുത്തിട്ടില്ല. ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്. മാഷ് പറയേണ്ടത്, ദിവാര മാഷ് പറയേണ്ടത്, DYFI എന്ന് പറയുന്ന CPM-ന്റെ യുവജന സംഘടനയെ തള്ളിപ്പറയാൻ ദിവാര മാഷ് തയ്യാറുണ്ടോ എന്ന് എനിക്ക് ചോദിക്കാനുള്ളത്. DYFI-യുടെ യൂണിറ്റ് സെക്രട്ടറിയെയും ഉത്തരവാദപ്പെട്ട നേതാക്കന്മാരെയുമാണ് ആ വിഷയത്തിൽ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിട്ടുള്ളത്. ആ വീട്ടില്, മരിച്ച ആളുടെ വീട്ടില് CPM-ന്റെ ഏരിയ സെക്രട്ടറിയും ഉത്തരവാദപ്പെട്ട നേതാക്കന്മാർ സന്ദർശിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇവിടെ ശബ്ദമുണ്ടാക്കുന്ന CPM-ന്റെ DYFI-ക്കാരുടെ നേതാക്കന്മാരോട് എനിക്ക് ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, സഖാവ് അല്ല, അതും പറയാ CPM ഇവരുടെ ന്യൂനപക്ഷ സ്നേഹത്തെ കുറിച്ച് പൗരത്വ ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രകടനപത്രികയിൽ ഒന്നുമില്ല എന്ന് പറയുന്ന CPM-ന്റെ ന്യൂനപക്ഷ സ്നേഹം, ആ ന്യൂനപക്ഷ സ്നേഹം നമുക്ക് തലശ്ശേരി കലാപം മുതൽ ചർച്ച ചെയ്യേണ്ടി വരും. തലശ്ശേരി കലാപത്തില് CPM ഉണ്ടായിട്ടുള്ളത്, CPM ഉടലെടുത്തത് പിണറായിലെ പാറപ്പുറത്താ. ആ പിണറായിലും ഒരു പള്ളി തകർത്തിരുന്നു. ആ പള്ളി തകർത്ത കേസിലെ 2ാം പ്രതി പിണറായി കുമാരനാ. ഈ പിണറായി കുമാരൻ എന്ന് പറയുന്നത് സഖാവ് പിണറായി വിജയന്റെ സഹോദരനാ. ഇതൊക്കെ കോടതിയിൽ ഫയലുള്ളതാ. 2 നാദാപുരത്ത് നടന്ന കലാപത്തെ കുറിച്ച് സൂചിപ്പിച്ചല്ലോ.
ഷിബിൻ വധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൂണേരി നടന്ന കലാപം മുസ്ലിം ലീഗുകാരന്റെ വീട് നോക്കിയല്ല മുസ്ലിം ലീഗുകാരന്റെ വീട് നോക്കിയല്ല ആക്രമിച്ചത്. മുസ്ലിം ലീഗുകാരന്റെ വീട് നോക്കിയല്ല ആക്രമിച്ചത്, മുസ്ലിങ്ങളുടെ വീട് നോക്കി ആക്രമിച്ചു. ആ വീട്ടിലെ സ്വർണവും അതുപോലെ തന്നെ പണവും സമ്പത്തും അപഹരിച്ചു. നിലത്തിട്ട മാർബിൾ വരെ കുത്തി പൊളിച്ചു കൊണ്ടുപോയി. തേങ്ങാക്കൂടക്ക് തീയിട്ടു. നൂറുകണക്കിന് ആളുകളെ ന്യൂനപക്ഷങ്ങളെ കൊന്നൊടുക്കി. അരിൽ ശുക്കൂർ ഉൾപ്പെടെയുള്ള ഫസൽ വധ കേസിൽ ശിക്ഷിക്കപ്പെട്ട ആ പ്രതികള് ആ ഫസൽ വധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബോധപൂർവ്വം വർഗീയ കലാപം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തിയ ആളുകൾ. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഇവരുടെ ന്യൂനപക്ഷ സ്നേഹം എന്ന് പറയുന്നത് വോട്ട് നേടാനുള്ള തട്ടിപ്പ് മാത്രമാണ്, അതിലപ്പുറം ഒന്നുമില്ല. രണ്ടാമത്തെ കാര്യം എം പി രാഘവൻ UDF ഭരിക്കുന്ന കാലത്ത് MP രാഘവനെ തടഞ്ഞതിന്റെ ഭാഗമായി വെടിവെപ്പിൽ 5 രക്തസാക്ഷികൾ ഉണ്ടായിട്ടുണ്ട് കൂത്തുപറമ്പിൽ. ആ രക്തസാക്ഷിത്വ ദിനം എല്ലാ വർഷവും ആചരിക്കുന്ന ആളുകളാ CPM-കാര്. ആ രക്തസാക്ഷികളുടെ മരണത്തിന് കാരണമായ MP രാഘവന്റെ ചരമദിനം ഒരു ഉളുപ്പുമില്ലാതെ കഴിഞ്ഞ വർഷം ആചരിച്ചവരാ CPM. ഒന്നവരോടൊപ്പവും വേട്ടക്കാരോടൊപ്പം നിൽക്കുന്ന പാർട്ടി. ഈ പാർട്ടിക്കാരോട് ഇവിടെ കലിതുള്ള ആളുകളോട് പറയാനുള്ളത്, ഇതും കണ്ട് ഈ CPM-നെയും വിശ്വസിച്ച് വെറുതെ CPM-ന് വേണ്ടി മുദ്രാവാക്യം വിളിക്കാൻ പോകണ്ടെന്ന സുഹൃത്തുക്കളോട് പറയാം. വളരെ വിശദമായി അദ്ദേഹം പറഞ്ഞു. അല്ല, ഞാൻ പറയുന്നത് ഈ ചോദ്യം ഉണ്ടായിരുന്നു കേട്ടോ. MP പ്രവർത്തനം നടത്തിയില്ല. അപ്പോ ഇവിടെ വലിയ വികസനങ്ങൾ കാര്യങ്ങൾ നടപ്പാക്കിയിട്ടില്ല. ഒന്ന് BJP ചെയ്യേണ്ട ഒരു പണിയുണ്ടല്ലോ കേരളത്തില്. ഒരു MP നടത്തേണ്ട മാത്രമല്ല, ഒരു പ്രധാനപ്പെട്ട സംഗതി കേരളത്തിന് വലിയ തൊഴിൽ സാധ്യത ഉള്ളതാണ്. 1980 മുതൽ പറഞ്ഞു നടക്കുന്ന കോച്ച് ഫാക്ടറി. ഇതുവരെ കേരളത്തിന് കോച്ച് ഫാക്ടറി അനുവദിച്ചു തന്നില്ല, എയിംസ് അനുവദിച്ചു തന്നില്ല. കേരളത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി നിക്ഷേപങ്ങൾ നടത്താൻ സാധ്യതയുണ്ടായ പ്രോജക്റ്റുകൾ സമർപ്പിച്ചിട്ട് ഒന്നിനു പോലും ഇവിടെ തന്നില്ല. ഇനി എല്ലാം പോകട്ടെ, കേരളത്തിലെ ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലമാണ് ഈ വടകര പാർലമെന്റ് മണ്ഡലം. ഈ പാർലമെന്റ് മണ്ഡലത്തിന്റെ നാളികേര കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് കേന്ദ്രത്തിലെ സർക്കാർ നാഫെഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് നടപടി ഉണ്ടാക്കി? തേങ്ങാ സംഭരണം ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നെങ്കിൽ, അതിന് കേരളത്തിലെ ബാങ്കുകൾ മുഖേന ശേഖരിക്കുന്ന നടപടികൾക്ക് കാശ് കൊടുത്തിരുന്നെങ്കിൽ നാളികേര കർഷകൻ നട്ടല്ലൊടിഞ്ഞു പോകുന്ന അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നു. ഇവിടെ MP ആയാലും BJP-യുടെ ഉത്തരവാദപ്പെട്ടവരായാലും ആരായാലും പാർലമെന്റിൽ ഇത് മിണ്ടുന്നില്ല. അങ്ങനെയുള്ള കോൺഗ്രസിന്റെ MP വീണ്ടും എന്തിനാ പോകുന്നത്? മാത്രമല്ല, നമ്മൾ ഈ BJP-ക്കാരോടാ പറയേണ്ടത്, അവരൊരു കാര്യവും കേരളത്തിന് തരില്ല എന്ന് 100% നമുക്ക് ബോധ്യപ്പെട്ടു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കേന്ദ്രമൊന്നും തരൂല. ലീഗിന്റെ വർഗീയ രാഷ്ട്രീയമില്ലേ, അതിന്റെ പിറകിൽ UDF നിന്നുകൊടുത്തില്ലേ? അതിനെ തകർക്കാൻ വേണ്ടിയിട്ട് 5 പേരാണ് സൂപ്പി നരിക്കാട്ടേരിയുടെ നാട്ടിൽ ബോംബ് രാത്രിയിൽ ഉണ്ടാക്കി. ആ ബോംബ് കയ്യിൽ നിന്ന് പൊട്ടി 5 ആള് മരിച്ചത്. ആ 5 ആള് മരിച്ചപ്പോ ഇതേ ന്യായവാദങ്ങൾ ഈ കോൺഗ്രസോ UDF അന്ന് ഉയർത്തിയില്ല. നാട്ടിലെമ്പാടും വലിയ കലാപങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഒരു ഭാഗത്ത് RSSന്റെ ആക്രമണം, മറുഭാഗത്തെ UDF-ലെ ലീഗും അതുപോലെ തീവ്രവാദ സംഘങ്ങളും കൂടി ആക്രമിച്ചു കൊലപ്പെടുത്തിയത് ഇടതുപക്ഷക്കാരെയാണ്. ഈ പശ്ചാത്തലത്തിലാണ് ഞങ്ങൾ പറയുന്നത്, ഇവരുടെ ഈ നിലപാടുകൾ അവസാനിപ്പിച്ച് സമാധാനപൂർണമായ അന്തരീക്ഷം ഉണ്ടാക്കണമെങ്കിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ഈ കേരളത്തിന്റെ മണ്ണിൽ ജയിപ്പിച്ചെടുക്കണം. ഇനി ഇതിന് പ്രസക്തിയില്ല എന്ന് പറയുന്ന കുറച്ചാളുണ്ട്. നേരത്തെ പറഞ്ഞു CPM-ന് എന്ത് പ്രസക്തി? 1951 ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടന്നത്. ഇന്ത്യൻ പാർലമെന്റിൽ CPM അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശക്തമായ സംഘടനയായി നിന്നു. AKG പ്രതിപക്ഷ നേതാവായി. AKG പാർലമെന്റിനകത്ത് നെഹ്റുവിന് ശേഷം ഇന്ദിരാഗാന്ധി വന്നു. കോൺഗ്രസ് ഇതിന്റെ സാന്നിധ്യം എന്താണ്? പാർലമെന്റിൽ എപ്പോഴാണ് ഇടതുപക്ഷത്തിന്റെ സാന്നിധ്യം കുറഞ്ഞത്? അപ്പോഴാണ് പൗരത്വ ബില്ല് വരുന്നത്, അപ്പോഴാണ് തൊഴിൽ നിയമങ്ങൾ വരുന്നത് ജനങ്ങൾക്കെതിരായിട്ട്, അപ്പോഴാണ് വിദ്യാഭ്യാസ ബില്ല് വരുന്നത്, അപ്പോഴാണ് ഈ രാജ്യത്തെ ജനങ്ങൾക്കെതിരായ എല്ലാ നിയമവും വരുന്നത്. ഇടതുപക്ഷം ഒരു സ്ട്രൈക്കിംഗ് ഫോഴ്സായി ഇന്ത്യൻ പാർലമെന്റിൽ ഉണ്ടെങ്കിൽ ഈ തോന്നിവാസം നിൽക്കുന്നതിനാ കോൺഗ്രസുകാർ ജയിച്ചു വന്നാൽ അവരെ സ്വീകരിക്കാൻ നിൽക്കുന്ന BJP-ക്കാർ. ആ BJP-ക്കാർക്ക്
ഈ പാർലമെന്റിനകത്ത് 20 CPM ഇടതുപക്ഷ അംഗങ്ങൾ ഉണ്ടായെങ്കിൽ 20 ഈ രാജ്യത്ത് ഒരു കോൺഗ്രസ്സുകാരനും ഡിഫക്ഷനും വിധേയമാകില്ല. ഞങ്ങളുടെ പ്രസക്തി 20 എന്ന ആത്മവിശ്വാസമാണ് പ്രകടിപ്പിച്ചിരിക്കുന്നത്. താനൂരിലെ ബോംബ് രാഷ്ട്രീയത്തിൽ മാഷ ക്യാപ്സ്യൂളൊന്നും മതിയാവൂല. ദേശാഭിമാനിയുടെ കയ്യിൽ നിന്നും അതിൽ അത്രമാത്രം ആളുകളിലേക്ക് എത്തിക്കഴിഞ്ഞു. അതിന്റെ ഭയം അവർക്കുണ്ട്. പിന്നെ കേരളം വ്യവസായങ്ങളെ ശവപ്പറമ്പാക്കി ആരാന്നറിയാവോ? CPM മാവൂർ ഗോളിയറൻസ് അടിച്ചുപൂട്ടി ആരാ? അയാളപ്പം കോഴിക്കോട് മത്സരിക്കുന്നത്. കോൺഗ്രസ് അടിച്ചുപൂട്ടി ആരാ? സാബുവിനെ അടിച്ചോടിച്ച് ആരാ? എന്നിട്ട് കേരളത്തിൽ ഒന്നും ഇല്ലാന്ന് പറഞ്ഞേ. പിന്നെ വടകര വികസനം ഇല്ലാന്ന് പറയുന്നത് രണ്ടുപേരും പ്രതികരിച്ചല്ലോ. നിങ്ങൾ പ്രഫുല്ലെ വിജയിപ്പിക്കും, വികസനം ഞങ്ങൾ കാണിച്ചുതരാം. രണ്ടുപേരും പ്രതികരിച്ചില്ലേ? അത് കണ്ടല്ലോ. ഗവർണറെ കൊണ്ട് കേരളത്തിലുള്ള വിഹിതം മുഴുവൻ രണ്ടുപേരും പ്രതികരിച്ചല്ലോ വടകര. എന്നിട്ട് അവർ രണ്ടുപേരും ഇപ്പം പറയാം 60 വർഷത്തിന് വികസനം ഇല്ലാന്ന്. അപ്പൊ രണ്ടുപേരും MP-മാരെ പറഞ്ഞ ഒരു കാര്യമല്ല. BJP-കാരനെ പറഞ്ഞേക്ക് ഇവിടെ MP വെറുതെ ഒച്ച കണ്ടെക്കുന്നേ. PT ഉഷേൻ MP ആക്കി സമയത്ത് എന്തെല്ലാം വികസനം നടന്നു ഈ കേരളത്തിൽ. ഇവിടെ റോഡിലുള്ള അണ്ടർപാസുകളൊക്കെ തന്നെ PT ഉഷ നേടിയെടുത്തതാ. എന്തെല്ലാം വികസന പ്രവർത്തനങ്ങള്. അതുപോലെ പ്രഭുവിനെ നിങ്ങൾ വിജയിപ്പിക്കും. വികസനം ഞങ്ങൾ വികസനം എന്താന്ന് കാണിച്ചു തരാം. MP-മാരും 10-60 വർഷം പ്രതിനിധീകരിച്ച ആൾക്കാര് 60 വർഷത്തിന് ശേഷം ഈ നാട്ടിലെ ആളുകളെ നോക്കി വികസനത്തെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും വട്ടപ്പൂച്ച എന്നുള്ളത് മനസ്സിലാക്കണം. വികസനത്തിന്റെ വലിയൊരു ഉണ്ട്. 45 കോടി രൂപ കൊടുത്തു റെയിൽവേ സ്റ്റേഷൻ. CPM-ന്റെ പ്രതിനിധി പറഞ്ഞു 500 കോടി രൂപ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയെന്ന്. ആരാ ഉൾപ്പെടുത്തിയേ? കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി. അത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാ. ഒരു ചുക്കും ചുണ്ണാമ്പും പാർലമെന്റിൽ വായ തുറന്നില്ല മുരളി, വായ തുറന്നില്ല. അതുകൊണ്ടാണ് തൃശ്ശൂരേക്ക് ഓടിയത്. അതുകൊണ്ട് എന്റെ ഇടതു ഭാഗത്തിരിക്കുന്ന ആക്കും വലതു ഭാഗത്തിരിക്കുന്ന ഇന്ത്യ മുന്നണിക്കാർക്ക് ഒരവകാശവാദം ഉന്നയിക്കാൻ പറ്റില്ല. ഇവർ രണ്ടും അഴിമതിക്കാരാണ്. ഇവർ കൊള്ള സംഘങ്ങളാണെന്ന് മനസ്സിലാക്കണം. പ്രതീക്ഷ 20 പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്കൊന്നും കിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മുനീർ കൂടെ പറയട്ടെ പ്ലീസ്. രാജ്യത്ത് വികസനത്തെ കുറിച്ച് BJP-കാരൻ പറയുന്നത് അവസാനിപ്പിക്കാം. ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കടമുള്ള രാജ്യം. ഏകദേശം 6,500 ലക്ഷം കോടി രൂപയുടെ പൊതുകടമുള്ള രാജ്യം ഇന്ത്യ രാജ്യം. കിട്ടാവുന്നതൊക്കെ കടം വാങ്ങിയിട്ടാണ് ഇന്ന് പറയുന്ന വികസനത്തെ കുറിച്ചൊക്കെ പറയുന്നത്. കോർപ്പറേറ്റുകൾക്ക് രാജ്യത്തിന്റെ സമ്പത്ത് മുഴുവൻ തീരെഴുതി കൊടുത്ത ആളുകൾ. ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസ് ഉണ്ടാക്കിയ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ആ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിൽക്കാൻ വേണ്ടി ഒരു മന്ത്രിയെ നിയോഗിച്ച ഭരണകൂടവും പാർട്ടിയാ BJP. മന്ത്രിയെ നിയോഗിച്ച് രാജ്യത്തിന്റെ സമ്പത്ത് ഓരോന്ന് വിറ്റഴിച്ച് പണമുണ്ടാക്കുന്ന ഒരു ഗവൺമെന്റ്. എത്ര കിട്ടുന്ന എന്റെ ചോദ്യം. ആ ഗവൺമെന്റ് 2 ജനങ്ങൾക്ക് ഇവിടെ ജീവിക്കണം. ഒരു ഭാഗത്ത് സവർണ ഫാസിസവുമായിട്ട് BJP, മറ്റൊരു ഭാഗത്ത് വർഗ ഫാസിസവുമായി CPM. ജനങ്ങൾക്ക് സമാധാനത്തോടെ ശാന്തിയോടെ ജീവിക്കണം. ഇവിടെ വെള്ളം കുടിച്ച് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം കേരളത്തിലുള്ളത്. കേരളത്തിന്റെ ചരിത്രത്തിൽ വെള്ളക്കരം വർദ്ധിപ്പിച്ച അത്രയാ. ഇന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ അരി വില കൊടുത്ത് വാങ്ങി കഴിക്കുന്നവന് ഏത് സംസ്ഥാനത്താ? പച്ചക്കറി വാങ്ങി കഴിക്കുന്നവരെ സ്റ്റേറ്റിലാ. പാല് വാങ്ങി കഴിക്കുന്നവരെ ഭരിച്ചത്. കേരളത്തിലെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ നികുതി കൊടുക്കുന്ന ഇതെല്ലാം 10 വർഷം കൊണ്ടുണ്ടായതാണോ? 10 വർഷം കൊണ്ടുണ്ടായതാണോ? കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഭൂനികുതി കൊടുക്കുന്നത് കേരളത്തിലാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കെട്ടിട നികുതി കൊടുക്കുന്നത് കേരളത്തിലെ സർക്കാരിന്റെ ഘടകാരിസ്ഥത, സാമ്പത്തിക പ്രതിസന്ധി, ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം, രാജ്യത്ത് വർഗീയ ഫാസിസ്റ്റുകൾ അഴിഞ്ഞാടുന്ന രാജ്യത്ത് ജനങ്ങൾക്ക് ശാന്തിയോടെ സമാധാനത്തോടെ ജീവിക്കണം. ഒരു കാര്യം കൂടി ഉറപ്പിക്കാം, 19 തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായ റിസൾട്ട് ഉണ്ടാവും. CPM-ന്റെ അവസാനത്തെ തരിയും അവസാനത്തെ കനലും ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കിടും. 20 സീറ്റും റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ നിങ്ങൾക്ക് വേണ്ട. വടകരയിലെ ജനസഭ ഇവിടെ പൂർണ്ണമാവുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. നാളെ ജനസഭ കണ്ണൂര്. നന്ദി, നമസ്തേ.